അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലാണ് കേട്ടോ. ഇന്ന് നമ്മൾ മനോഹരമായിട്ടുള്ളൊരു യാത്ര പോവാണ് മൂന്നാറിലുള്ള ഡബിൾ ഡെക്കർ ബസ്സിൽ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ സമയം 8:28 കേട്ടോ. 9 മണിക്കാണ് നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. ഇവിടെ മൂന്നാറിലുള്ള KSRTC ഡിപ്പോ എന്നാണ് നമ്മുടെ ബസ് ആരംഭിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ KSRTC ഡിപ്പോ മൂന്നാറിലുള്ള. അപ്പം നേരെ ആ ഭാഗത്തോട്ടായിട്ടാണ് ഹോട്ടലുകളൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് നേരെ ആ ഭാഗത്തോട്ട് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഇവിടെ ഈ ഭാഗത്തായിട്ടേ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കണ്ടോ, അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചത്. അടിപൊളി ഭക്ഷണമായിരുന്നു. നേരത്തെ നമ്മൾ കണ്ട അമ്പലമില്ലേ, അതിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ദോശയായിരുന്നു കഴിച്ചത്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ സ്റ്റാൻഡിലോട്ട് പോവാം. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളിനി നേരെ ഡിപ്പോയിലോട്ട് പോവാം കേട്ടോ. നമ്മുടെ ബസ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ 9 മണി ആവാറായി, 8:47 അപ്പോൾ നേരെ നമുക്ക് ഡിപ്പോയിലോട്ട് പോവാം. ബസ് ഇങ്ങനെ റെഡിയാക്കി നിർത്തുകയാണ്. അടിപൊളിയല്ലേ, നോക്കിക്കേ. പിന്നെ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഒരു ഡബിൾ ഡെക്കർ ബസ്സിലോട്ട് കയറാൻ പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. ബസ് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ബസ്സിൻ്റെ അകത്തോട്ട് പോവാം കേട്ടോ. ഇപ്പോൾ ബസ്സിൻ്റെ താഴെ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ, നോക്കിക്കേ. ഇങ്ങനെയാണ് താഴെയുള്ളൊരു വ്യൂ. ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. അപ്പം നമ്മൾ ഇതുവഴി ഇങ്ങനെ കയറി വന്നു കേട്ടോ. നോക്കിക്കേ, ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അടിപൊളിയല്ലേ. നമ്മളപ്പോൾ ഏറ്റവും ഫ്രണ്ടിലാണ് ബുക്ക് ചെയ്തത്. നമുക്കെന്നാൽ സീറ്റിലോട്ട് പോവാം. നോക്കിക്കേ, നമ്മളിപ്പോൾ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെത്തി കേട്ടോ. മുകളിൽ ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. ബസ് എടുത്തു കേട്ടോ. നമ്മളിവിടെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ, നോക്കിക്കേ. ഇവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടി കേട്ടോ. പേരെന്തായിരുന്നു? ബെല്ല. പെരുമ്പാവൂർ തോട്ട് വേണ്ട സ്ഥലം. ബസ് നമ്മളെടുത്തു. ഇപ്പം നേരെ മൂന്നാർ ടൗണിൻ്റെ ഭാഗത്തോട്ടാട്ടോ പോകുന്നത്. നോക്കിക്കേ, ലോറിയൊക്കെ നമ്മുടെ താഴെ കൂടെ പോകുന്നത്. ഇവിടെ താഴെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അടിപൊളിയല്ലേ. ഇതാണ്ടോ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ഇവിടെ നിന്നൊക്കെയുള്ളൊരു വ്യൂ കണ്ടോ, അടിപൊളിയല്ലേ. നേരെ മുകളിലോട്ട് പോകട്ടോ.
ഈ റൂട്ടിലെ ഈ ഡബിൾ ഡക്കറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം എങ്ങോട്ട് വെച്ചാൽ അടിപൊളി ഫ്രെയിമാണ് കേട്ടോ. ഇത് ഭംഗിയാന്ന് നോക്കിയേ. നമ്മളങ്ങനെ ആദ്യത്തെ സ്പോട്ടിലെത്തി കേട്ടോ. ഇതാണ് സിഗ്നൽ പോയിന്റ്. അപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. നമ്മളിപ്പോൾ സിഗ്നൽ പോയിന്റിലാണ് കേട്ടോ ഉള്ളത്. ഇവിടുന്നുള്ള വ്യൂ നോക്കിയാൽ നല്ല വെയിലുണ്ട് കേട്ടോ, പക്ഷെ ചൂടൊന്നും അറിയുന്നില്ല. നമ്മുടെ ബസ്സിൻ്റെ വ്യൂ നോക്കിയേ. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ മുകളിലോട്ട് വന്നു. അങ്ങനെ ഇവിടെ നമ്മുടെ സിഗ്നൽ പോയിന്റിൽ നിന്ന് ബസ് വീണ്ടും മുന്നോട്ട് പോവാണ്. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. ആളുടെ പേരെന്താ? ഹായ്. അപ്പൊ നമുക്ക് നേരെ വീണ്ടും മുകളിലോട്ട് പോവാം. നമ്മളെ ഇങ്ങനെ മുകളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ താഴെ കൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ. നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ. ഇതാണ് ഡോഗ് ഹാർട്ട് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലം. ഇതിൻ്റെ ഇടയിലൂടെ ഒരുപാട് വഴികളൊക്കെ കണ്ടോ നോക്കിയേ. ഇതൊക്കെ അവിടെയുള്ള വഴികളാണ് കേട്ടോ, ആ ഭാഗത്തൂടെയൊക്കെ. അതുപോലെ ഇവിടെ വേറൊരു കാഴ്ച കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പുറത്തെ ഈ സൈഡിൽ കാണുന്നില്ലേ, ഇതാണ് ചക്രമുടി പീക്ക്. അതായത് ആനമുടി കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഈ കാണുന്നത് കേട്ടോ, ചക്രമുടി. ഇതാണ് കേട്ടോ ചക്രമുടി. അതിന് താഴെയായിട്ട് നമ്മുടെ ബസ്സൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വീണ്ടും തിരിച്ച് ബസ്സിലോട്ട് കയറാം. ഓക്കെ, ബസ്സിൽ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ് കേട്ടോ.
റോട്ടിലോട്ട് കണ്ടോ, മുഴുവൻ കോടയാണ് കേട്ടോ. നോക്കിയേ, നമുക്കൊരു ഭാഗ്യം കിട്ടിട്ടോ, നമ്മുടെ റോഡിൽ മുഴുവൻ കോടയാണ്. ആ സൈഡിലൊന്നും കാണുന്നില്ല കേട്ടോ, താഴെ മുഴുവൻ കോടയാണ്. നോക്കിയേ, കോട ഉണ്ടോ? നമ്മളെ വേനൽക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ കോടയൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അതുപോലെ ഇവിടെ ഒരു ചെറിയ ഗുഹയുണ്ട് കേട്ടോ, നമുക്ക് അതൊന്ന് കാണാം. കണ്ടോ, അവിടെ റോക്ക് കേവ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗുഹയുടെ അകത്തോട്ടൊന്ന് കയറാം. നല്ല തണുപ്പാണ് കേട്ടോ. കണ്ടോ, മുഴുവൻ ഇരുടാണ് കേട്ടോ ഇവിടെ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ. ആ ഭാഗത്തോട്ടൊക്കെ കൂടുതൽ എന്തൊക്കെ ഉണ്ട് തോന്നുന്നു. നല്ല തണുപ്പാണ്. ഓ, ഇവിടെ ആളുകൾ കൊണ്ടുപോയിട്ട് കപ്പും പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് നോക്കിയേ, കഷ്ടം. ഇതൊരു വഴിയാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ നമുക്കിനി പുറത്തോട്ട് പോവാം. ഇവിടെ തമിഴിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. നമുക്ക് പുറത്തോട്ട് പോവാം. അങ്ങനെ നമ്മളെ ഗുഹയുടെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തോട്ട് വന്നു. ഇവിടേക്കുള്ളൊരു കോട നോക്കിയേ. അവിടെ നമ്മുടെ പഞ്ഞിമുട്ടായി വിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ചേട്ടൻ. പണ്ടേ കുട്ടിക്കാലത്ത് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഓടിപ്പോവായിരുന്നു. ഞങ്ങളുടെ കനാലിൻ്റെ മുകളിലൂടെയൊക്കെ പഞ്ഞിമിഠായി വിൽക്കാറുണ്ടായിരുന്നു കേട്ടോ. നോക്കിയേ, നൊസ്റ്റാൾജിയാണ്. ഈ ചേട്ടനാണ് കേട്ടോ. നമ്മളിവിടെ ബസ്സിൻ്റെ മുന്നിൽ നിന്ന് നല്ല കോടയൊക്കെ അല്ലേ, ഒരു ചായ വാങ്ങിച്ചു, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടൊക്കെ നോക്കിയാൽ ഇപ്പോഴും കോടയാണ് കേട്ടോ അവിടെയൊക്കെ. ഓക്കെ, ബസ്സിലൊരു ഫ്രണ്ടിനെ കിട്ടി. ഫ്രണ്ട് ഒരു പാട്ടൊക്കെ പാടിത്തരാൻ വന്നിട്ട്. ആ, പാടിക്കോ. അവൻ കാലത്ത് മൂവല്ലേ മൂവാണെങ്കിൽ കുത്തുന്നത് പാമ്പല്ലേ, പാമ്പാണെങ്കിൽ ആടൂലേ, ആടല്ലേ, കാറ്റല്ലേ, കാറ്റാണെങ്കിൽ ഊതൂലേ. അടിപൊളി, ഹൈഫൈ. അമ്പിളിക്കരയ്ക്കുള്ളില് ചോര കൺമുയത്തില് നീർപ്പരത്തിൽ നിലവിടും അമ്പിളിക്കരയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വരഞ്ഞു കരീം ദൂരത്തിലെങ്ങോ പതുങ്ങിയല്ലോ. തറ കൊടുത്തുള്ള ഒരാഴ്ചത്തും വെറ്റിലയിട്ടു വയ്ക്കാൻ ഭൂമിയെ പാടെ മുറും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാൻ കുഞ്ഞിളവാവേ കഥ കേട്ട് നിന്നെ നിരിയോട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ്. അങ്ങ് ദൂരെ ആ വഴി KSRTC പോകുന്ന നോക്കിയേ. അതിലൂടെ ഒരു ബസ് വരുന്നുണ്ട്, കണ്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. ഇപ്പം വെയിലില്ല, നല്ല. ഇവിടെയൊക്കെയുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരു അമ്പലമുണ്ട് റോഡ് സൈഡിലായിട്ട് തന്നെ, കണ്ടോ. ഇതുവഴിയൊക്കെ റോഡാണ് കേട്ടോ, കണ്ടോ. ഇവിടെ ഒരു കല്ല് വീഴാറായ പോലെ നിൽക്കുന്നുണ്ടോ. അവിടെ ദൂരെ ഒരു പുഴ കാണാം കേട്ടോ. അവിടെ കാണുന്നതേ പുഴയാണെന്ന് തോന്നുന്നില്ല, അത് ഡാമിൻ്റെ റിസർവോയർ ആണോ എന്നൊരു സംശയം. പക്ഷെ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്, ഉണ്ടോ.
നമ്മുടെ ചേട്ടനെ ഇവിടെ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിയേ, ഇതാണ് ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ കേട്ടോ. താഴെ അടിപൊളിയല്ലേ? ഈ ബസ്സിന്റെ താഴത്തെ ഭാഗമാണ് കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ്. നമ്മളെ ഇവിടെ താഴോട്ട് വന്നപ്പോ കുറച്ചു പേരെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ചേട്ടന്റെ പേരെന്താ? എവിടെയാ സ്ഥലം? പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഡിസ്ട്രിക്ട് തിരുവിതാംകൂർ. ഓക്കെ. നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് എങ്ങനെ ഉണ്ട്? സൂപ്പർ ആണല്ലേ? അവരൊക്കെ അവരുടെ കൂടെ ഉള്ളവരാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ചെടിയില്ലേ, ഇതൊക്കെ ഓറഞ്ച് മരമാണ് കേട്ടോ. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് അതിലൊന്നും കായില്ലാത്തത്. നമുക്ക് ആ സൈഡിലോട്ടൊന്ന് പോയി നോക്കാം. കണ്ടോ, ആ കാണുന്ന മരങ്ങളൊക്കെ ഓറഞ്ചാണ് കേട്ടോ. അതിൽ ഇതാ കണ്ടോ, ആ കായത് ഓറഞ്ചാണ് കേട്ടോ. അത് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഈ കാണുന്നൊക്കെ ഓറഞ്ച് മരങ്ങളാണ്. അപ്പോൾ അതിൽ കണ്ടോ, ഇതാ ഓറഞ്ചാണ് കേട്ടോ അത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയേ, അടിപൊളിയല്ലേ? നമ്മുടെ ബസ് ഇതാ ആ സൈഡിലുണ്ട്, കണ്ടോ? ഇവിടെയൊക്കെ കുറേ വെള്ള കളറുള്ള പൂക്കളുണ്ട് കേട്ടോ. നോക്കിയേ, ഇവരൊക്കെ അവിടെ ഓറഞ്ചിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നോക്കാം കിട്ടുമെന്ന്. അത് ആ കാണുന്നത് ഓറഞ്ചാണ് കേട്ടോ, കണ്ടോ? മുഴുവൻ ഓറഞ്ചാണ്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ അധികം ഓറഞ്ച് കാണാത്തത്. ഇവിടെയുള്ള ഈ മരങ്ങളൊക്കെ ഓറഞ്ച് മരങ്ങളാണ്. ഇപ്പോൾ ഒരു മരത്തിൽ മാത്രമേ കായുള്ളൂ. ഇപ്പോൾ വെയിൽ വന്നു കേട്ടോ. അപ്പം നമുക്ക് നേരെ ബസ്സിലോട്ട് പോവാം. ഇവിടുന്ന് താഴോട്ടൊരു ഇറക്കാണേ. ഓക്കെ, അടിപൊളിയല്ലേ? അങ്ങനെ നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ. ഇത് ആനയിറങ്ങൻ ഡാമാണ്. അതിൻ്റെ ഭാഗത്തോട്ടാട്ടോ നമ്മളിപ്പോൾ വന്നത്. നോക്കിയേ, ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. നമ്മുടെ ബസ് ഇതാ ഇതാണ് കേട്ടോ ആനയിറങ്ങൽ ഡാം. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് വെള്ളം കുറവാണ്. നോക്കിയേ, അതുവഴി റോഡുണ്ട് കേട്ടോ. കണ്ടോ, ഒരു കാർ അതുവഴി പോകുന്നുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. നമ്മുടെ ബസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആ ഡാമാണ് കേട്ടോ നമ്മൾ കാണുന്നതാ. ആ ഭാഗത്താണ് നമ്മൾ നേരത്തെ കണ്ട ഡാം. കണ്ടോ, ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള എല്ലാ സ്ഥലത്തും ബോർഡുകളുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യവുമില്ല. അതിൻ്റെ താഴോട്ട് തന്നെ നോക്കിയേ, ഇതാണ് അവസ്ഥ. ഇത്ര ഭംഗിയുള്ള എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് മാലിന്യങ്ങൾ വലിച്ചെറിയുക. ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ആ ബോർഡ് വെച്ചതിൻ്റെ താഴെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മാലിന്യം. എന്താ പറയണ്ടല്ലേ? ഇവിടെ വരുന്നവർ കൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ വൃത്തിയായിട്ട് ഇരിക്കുക? ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഡാമിൻ്റെ സൈഡിലായിട്ട് ബസ്സിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിച്ചാലോ? വാ. അപ്പോൾ ഈ ചേട്ടനാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ. ചേട്ടൻ്റെ പേരെന്താ? എവിടെയാ സ്ഥലം? പെരുമ്പാവൂരാണ്. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മുടെ ഈ ഡബിൾ ഡെക്കർ ബസ് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ബസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 3 സർവീസാണ് ഡെയിലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 9 മണി, 12:30, ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക്. അങ്ങനെ 3 സർവീസാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലേ? എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഫുൾ തന്നെയാണല്ലേ? ഇപ്പം നല്ല സീസൺ സമയമാണ്. എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ മുകളിലിരിക്കണേന് 400, അടിയിലിരിക്കണേന് 200 നമ്മളിപ്പോൾ ഈടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കവിടെ സ്റ്റാൻഡിൽ വന്നിട്ട് ബുക്കിങ്ങിന് സൗകര്യം ഉണ്ടോ? ഇപ്പം എല്ലാം ഓൺലൈനാണ്. ഓൺലൈനാണ്. നമുക്ക് ഓൺലൈൻ സൗകര്യങ്ങളുണ്ട്. ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇത് ഓൺലൈനിലാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ ബുക്ക് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ചേട്ടാ. ഓക്കെ വെൽക്കം. വ്യൂ ഉണ്ടോ?
അവിടെയായിട്ട് തൂക്കുപാലം കണ്ടത് ഓക്കെ ഇവിടെ അവിടെയൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതാ കൂടുതലും ഈ തേയിലത്തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്ന പ്ലാന്റേഷൻ വർക്കേഴ്സ് ഇല്ലേ, ഇവരൊക്കെയാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ നേരത്തെ വരുന്ന വഴിക്ക് ടാറ്റയുടെ ഇതാ കാണുന്നത് കണ്ടോ, ടാറ്റയുടെ തേയില ഫാക്ടറിയാണത്. അതിനോട് ചേർന്നിട്ടാണ് കുറേ വീടുകളൊക്കെ ഇവിടെ ഉള്ളത്. മൂന്നാറിലല്ലെങ്കിലും കൂടുതലും ഈ തേയിലത്തോട്ടങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നവർ. ബാക്കിയൊക്കെ ഇവിടെ വന്നു പോകുന്ന നമ്മളെപ്പോലെയുള്ള വിനോദസഞ്ചാരത്തിനായിട്ട് വരുന്നവരാണ്. നമ്മളിതേ ആ ഭാഗത്തു നിന്നാണ് കേട്ടോ അങ്ങോട്ട് വന്നത്. ഉണ്ടോ, ആ റോഡ് ഇങ്ങനെ കയറി ഇത് വഴി ഇങ്ങനെ ചുറ്റി 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 നമ്മൾ മുകളിലോട്ട് വന്നു കേട്ടോ. കണ്ടോ, നമ്മൾ അത്രയും വ്യൂ നോക്കിയേ. നമ്മൾ തിരിച്ച് മൂന്നാറിലോട്ട് പോവാണ് കേട്ടോ. എല്ലാവരും നല്ല ടയേർഡാണ്. പക്ഷെ ഇവിടെ ഒരാൾ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തുള്ള വ്യൂ നോക്കിയേ. ആ ഭാഗത്തൊക്കെ കണ്ടോ, ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, നല്ല ഭംഗിയില്ല ഇങ്ങനെ കാണാനായിട്ട്. അങ്ങനെ നമ്മളൊരു അടിപൊളി യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ മൂന്നാർ KSRTC ഡിപ്പോയിലോട്ട് എത്തിയിട്ടോ. നമ്മുടെ ബസ് അങ്ങനെ KSRTC ഡിപ്പോയിലോട്ട് കയറുകയാണ്. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി ബസ്സിൽ നിന്ന് പുറത്തോട്ട് പോവാം. എല്ലാവരും പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ. ഇവരൊക്കെ ബസ്സിലുണ്ടായിരുന്നവരാ. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞതാ തിരിച്ച് നമ്മുടെ KSRTC ഡിപ്പോയിലെത്തി കേട്ടോ, മൂന്നാറിലുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയായിരുന്നില്ലേ? ഒരുപാട് പേരെ പരിചയപ്പെട്ടു, ഒരു അടിപൊളി യാത്രയായിരുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.